നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അവൽ വിളയിച്ചതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും അവൽ വിളയിച്ചത് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആർക്കും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൽ വിളയിച്ചത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന അവൽ വിളയിച്ചത് 1 മാസം വരെയൊക്കെ നമുക്കിതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. 4 മണിക്ക് ചായയുടെ കൂടെ കുറച്ച് പഴവും കൂടെ അവൽ വിളയിച്ചതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അവൽ വിളയിച്ചെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ചുമന്ന കളറിലുള്ള അവലാണ്. വെള്ള കൊണ്ടും ചിലർ ചെയ്യാറുണ്ട്, എന്നാൽ ഏറ്റവും ടേസ്റ്റ് ഈ ചെമ്പ അരി കൊണ്ടുള്ള അവൽ തന്നെയാണ്. ഇതൊരു 1/2 കിലോയുടെ പാക്കറ്റാണ്. അളവൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇനി നമ്മൾ ശർക്കരയാണ് എടുക്കുന്നത്. പ്യൂർ ശർക്കര കിട്ടുവാണെങ്കിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഉരുക്കി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മണ്ണോ കട്ടയോ അങ്ങനെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇത് കുറച്ച് മുന്തിരിയാണ്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലെങ്കിൽ പൊട്ടുകടല യൂസ് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ ഈവൻ പയറ് പിളർത്തിയത് യൂസ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഒരു 3-4 ഏലക്ക കൂടിയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറുത്ത എള്ളാണ്. ഇതൊരു 1/4 കപ്പോളം വരും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളില്ലെങ്കിൽ വെള്ള എള്ളും ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങയുടെ അളവൊക്കെ നമുക്ക് പിന്നീട് പറയാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എപ്പോഴും നല്ലത്. പിന്നെ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് എടുക്കാം. ഇനി അവലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതായത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 1/2 കിലോയുടെ പാക്കറ്റായിരുന്നു അവൽ. ഞാൻ അതിൽ നിന്നൊരു 250 ഗ്രാം അവൽ മാത്രമേ ഇന്ന് യൂസ് ചെയ്യുന്നുള്ളൂ. അവലൊന്ന് ഫ്രൈ ആയി വരാൻ ഒരു 4-5 മിനിറ്റ് മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവൽ റെഡിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വായിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കിയാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടി വരുന്നെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അവലൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചെറിയ പാനിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുന്തിരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കൊരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ചേർക്കാം. നേരത്തെ പറഞ്ഞായിരുന്നു, അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പൊട്ടുകടല എന്ന് പറയുന്ന മിക്സറിലൊക്കെ കിടക്കുന്ന അതാണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ചെറുപയർ പിളർപ്പും ആൾക്കാർ ചേർക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് കറുത്ത എള്ളാണ്. അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആവുന്ന സമയം മാത്രമേ എള്ളിനും ആവശ്യമുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം ഇട്ട് നമ്മൾ ഇളക്കണ്ട, അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ഞാനിന്നിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 350 ഗ്രാം ശർക്കരയാണുള്ളത്. 250 ഗ്രാം അവലിന് 250 ഗ്രാം ശർക്കര എടുത്താലും മതി. പക്ഷേ അതൊരല്പം മധുരം കുറഞ്ഞായിരിക്കും നിൽക്കുക. അതുകൊണ്ട് ഒരു 350 ഗ്രാം എടുത്തിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള ശർക്കര ആയതുകൊണ്ടാണ് മറ്റുള്ള ശർക്കരയെ അപേക്ഷിച്ചിട്ട് ആ ഒരു കളറ് കുറവായിരിക്കും. പഞ്ചസാരയുടെയൊക്കെ കണ്ടൻറ്റ് ഇതിൽ കുറവാണ്. ഇപ്പോൾ ഇത് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ശർക്കരയുടെ പാകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നൂൽ പാകം ആയി മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവലൊക്കെ ഒട്ടിപ്പോകും. അതിന് മുമ്പുള്ള കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു നൂൽ പരുവമാകാനും പാടില്ല, എന്നാലൊന്ന് ഉരുകി വരുന്ന ആ ഒരു സ്റ്റേജ് മാത്രം മതി. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഞാനൊരു 1.5 തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കൃത്യമായ അളവ് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ 1 പാത്രം അവലാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ 2 പാത്രം തേങ്ങ ഫ്രഷായിട്ട് തിരികെ എടുത്തത് നമുക്കിതിൽ ചേർക്കാൻ പറ്റും. തേങ്ങ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1 മാസത്തോളമൊക്കെ നമുക്ക് വെളിയിൽ വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും ഈ അവൽ വിളയിച്ചത് കനച്ചു പോയി എന്നാണ് പറയുക. അപ്പോൾ തിന്നാൻ വേറെ ഒരു രുചിയായിരിക്കും അതിന്. അതെന്താ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, തേങ്ങയ്ക്കകത്തുള്ള വെള്ളം കണ്ടൻറ്റ് നല്ലതുപോലെ അബ്സോർബ് ചെയ്യാത്തതുകൊണ്ടാണ് പുറത്തിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ശർക്കര പാനിയിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ ഈ തേങ്ങ ഇട്ടിട്ടൊന്ന് ചെറു തീയിലൊന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങയിലുള്ള വെള്ളം കണ്ടൻറ്റൊക്കെ വലിഞ്ഞു കിട്ടും. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ഒരു പ്ലെയിൻ പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിലെ വെള്ളമൊക്കെ മാറും. അതിനുശേഷം നമുക്ക് ഈ ശർക്കര പാനിയിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ശർക്കരയായിട്ട് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഒരു കാരണവശാലും കൂട്ടിയിടരുത്. ശർക്കര വേഗം അങ്ങ് വറ്റിപ്പോകും. അതുകൊണ്ടാണ് ചെറിയൊരു നനവ് ഇതുപോലെ വേണം. എന്നാൽ മാത്രമേ അവൽ
ഈ ശർക്കരയിൽ നല്ലതുപോലെ മിക്സായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പരുവത്തിൽ നമുക്കിനി അവൽ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം അവലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. എല്ലാ അവലും കൂടി ഒന്നിച്ച് ചേർക്കുവാണെങ്കിൽ കട്ട പിടിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഭാഗം അവൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി അവലും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അവലൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക, കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, എള്ളെല്ലാം കൂടി ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അതും കൂടെ നമ്മുടെ അവൽ വിളയിച്ചതിലേക്ക് ഇടാം. ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യൊരു 3 സ്പൂൺ 4 സ്പൂണൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അവൽ നല്ലതുപോലെ മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അവൽ ഓവർ കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഫ്ലെയിം എല്ലാം ഫുള്ള് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടിപ്പാണിത്, വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. ഇപ്പം തീയൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അവൽ ഒന്നും കൂടി സോഫ്റ്റ് ആവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ദിവസം ഇരുന്നതിന് ശേഷം കഴിച്ചാൽ കുറച്ചും കൂടെ അവൽ സോഫ്റ്റ് ആവും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവൽ വിളയിച്ചത് ഒരു അവൽ പോലും പരസ്പരം തൊടുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.